കേരളീയ സംസ്കൃത നാടകാഭിനയ സമ്പ്രദായമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തെ കുറിക്കാൻ പഴയകാലത്ത് കൂത്ത് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. അതിപ്രാചീനമായ കലാരൂപമാണ് കൂടിയാട്ടം. ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന തമിഴ് മഹാകാവ്യത്തിൽ കൂത്തിനെയും കൂത്തവതരിപ്പിക്കുന്ന ചാക്യാരെയും കുറിച്ച് പരാമർശമുണ്ട്. ഈ കൃതിയുടെ രചനാകാലം AD 5-ാം നൂറ്റാണ്ടാണെന്നാണ് പണ്ഡിതമതം. അത്രയും പഴക്കം കൂത്തിനും ചാക്യാർക്കും അവകാശപ്പെടാൻ കഴിയും. ഭാരതത്തിൽ ഇന്ന് അവശേഷിച്ചിട്ടുള്ള ഒരേയൊരു സംസ്കൃത നാടകാഭിനയ സമ്പ്രദായമാണ് കൂടിയാട്ടം. കൂടിയാട്ടമൊഴികെ മറ്റെല്ലാ സംസ്കൃത നാടകാവതരണ സമ്പ്രദായങ്ങളും കാലക്രമേണ അന്യം നിന്നുപോയി. ഈ കലാരൂപത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞാണ് മനുഷ്യരാശിയുടെ അനശ്വര പൈതൃകത്തിന്റെ മഹത്തായ കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. മുഖ്യമായും രണ്ടിനം കൂത്തുകൾ കേരളത്തിൽ പ്രചാരത്തിലുണ്ട്: തോൽപ്പാവക്കൂത്തും ചാക്യാർകൂത്തും. കമ്പരാമായണത്തെ അടിസ്ഥാനമാക്കി തോൽപ്പാവകൾ ഉപയോഗിച്ച് നടത്തുന്ന നിഴൽ നാടകമാണ് തോൽപ്പാവക്കൂത്ത്. കൂത്ത് എന്ന് വിളിച്ചിരുന്ന കൂടിയാട്ടത്തിൽ മുഖ്യമായി രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നിലേറെ പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകാഭിനയമാണ് ഒരു ഭാഗം. ഒരൊറ്റയാൾ വിദൂഷക വേഷത്തിൽ വന്ന് രസകരമായി പുരാണ കഥ പറയുന്നതാണ് രണ്ടാമത്തേത്. അനേകാഭിനയത്തിന് കൂടിയാട്ടം എന്ന പേരുറച്ചു. വിദൂഷകൻ കഥ പറയുന്ന ഭാഗത്തെ വിദൂഷക കൂത്ത് എന്ന് പ്രത്യേകം വിളിച്ചു. സരസമായ ഈ വിദൂഷക പ്രസംഗം ക്രമേണ കൂടിയാട്ടത്തിൽ നിന്ന് അടർത്തി പ്രത്യേകം എടുത്തു വിസ്തരിക്കാൻ ചാക്യാന്മാർ പ്രേരിതരായി. അങ്ങനെ നാടകാഭിനയ വൃക്ഷത്തിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടിക്കുത്തി വളർത്തിയെടുത്തതാണ് ചാക്യാർകൂത്ത് എന്ന് KP നാരായണ പിഷോരടി അഭിപ്രായപ്പെടുന്നു. കൂടിയാട്ടത്തിലെ വിദൂഷകക്കൂത്തിന്റെ ചുവട് പിടിച്ച് ക്രമേണ വഴിതിരിഞ്ഞ ചാക്യാർകൂത്തിനെ പരിഷ്കരിച്ച് വികസിപ്പിച്ചത് കുട്ടഞ്ചേരി ഇരവി ചാക്യാർ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നിവരാണെന്ന് കരുതപ്പെടുന്നു. ഭാരത, രാമായണ, ഭാഗവത കഥകളെ ഉപജീവിച്ച് മേൽപ്പത്തൂർ രചിച്ച പ്രബന്ധങ്ങളാണ് ചാക്യാർകൂത്തിൽ സാധാരണ ഉപയോഗിച്ചു വരുന്നത്. ആ സംസ്കൃത പ്രബന്ധങ്ങളിലെ ശ്ലോകങ്ങളും ഗദ്യങ്ങളും ചൊല്ലി ഫലിത പരിഹാസങ്ങളോടെ മലയാളത്തിൽ വ്യാഖ്യാനിച്ച് വിവരിക്കുന്നതാണ് ചാക്യാർകൂത്തിന്റെ രീതി. ചാക്യാരുടെ പരിഹാസം സദസ്യർക്ക് നേരെ നീളും. സാമൂഹിക വിമർശനത്തിന്റെ കൂരമ്പുകളാണ് ചിരിയുടെ മറപിടിച്ച് ചാക്യാർ തൊടുത്തുവിടുന്നത്. ഒരു സ്വതന്ത്ര കലാരൂപമെന്ന പദവി ചാക്യാർകൂത്ത് ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ സംസ്കൃത നാടകങ്ങൾ കൂടിയാട്ടത്തിനായി ഉപയോഗിച്ചു വരുന്നു. ആശ്ചര്യ ചൂടാമണി, സുഭദ്ര ധനഞ്ജയം, തപതീ സംവരണം, പ്രതിജ്ഞാ യൗഗന്ധരായണം, നാഗാനന്ദം എന്നിവ അവയിൽ ചിലതാണ്. നാടകങ്ങളിലെ പ്രത്യേക അംഗങ്ങൾ മാത്രമാണ് സാധാരണയായി കൂടിയാടി വരുന്നത്. ഒരംഗം അഭിനയിക്കാൻ തന്നെ അനേകം ദിവസങ്ങൾ എടുക്കും. ഈ നാടകങ്ങളിലെല്ലാം വിദൂഷകൻ തന്റെ പൂർവ്വകഥ വിവരിക്കുന്നത് വളരെ പ്രധാനമാണ്. പൂർവ്വകഥാ വിവരണത്തിന് കൂടിയാട്ടത്തിൽ നിർവഹണമെന്ന് പറയും. ഉദാഹരണത്തിന്, വിദൂഷകന്റെ നിർവഹണം എന്നാൽ വിദൂഷകന്റെ പൂർവ്വകഥാ വിവരണം. വിദൂഷകന്റെ നിർവഹണത്തിന് തന്നെ 5 ദിവസമെടുക്കും. വിദൂഷകന്റെ നിർവഹണത്തെ തന്നെയാണ് നേരത്തെ വിദൂഷകക്കൂത്ത് എന്ന് വിളിച്ചത്. കുലശേഖരവർമ്മ രചിച്ച സുഭദ്ര ധനഞ്ജയം 1-ാം അംഗത്തിലെ വിദൂഷകക്കൂത്തിൽ നിന്നുള്ള ആദ്യ ഭാഗമാണ് മുരിഞ്ഞപ്പേരിയും ചോറും. കൂടിയാട്ടത്തിന്റെ 4-ാം ദിവസം വിദൂഷകനായ കൗണ്ഡിന്യൻ രംഗത്ത് പ്രവേശിച്ച് നായകനായ അർജുനന്റെ അടുത്ത് താൻ എത്തിച്ചേരാനിടയായ കഥ വിസ്തരിക്കുന്നതാണ് സന്ദർഭം. ഈ ഭാഗത്തിന് വിദൂഷകന്റെ പുറപ്പാട് എന്നും പേരുണ്ട്. ഭിക്ഷ യാചിച്ചുകൊണ്ടാണ് സുഭദ്ര ധനഞ്ജയത്തിലെ വിദൂഷകന്റെ രംഗപ്രവേശം. പുറപ്പാടിനെ തുടർന്ന് വിദൂഷകൻ 4 പുരുഷാർത്ഥങ്ങളുടെ വിവരണം വിസ്തരിച്ച് നടത്തും. സുഭദ്ര ധനഞ്ജയം, തപതീ സംവരണം, നാഗാനന്ദം എന്നീ കൂടിയാട്ടങ്ങളിൽ മാത്രമാണ് പുരുഷാർത്ഥ വിവരണം ഉള്ളത്. ഇതിന് പുരുഷാർത്ഥക്കൂത്ത് എന്നും പറയും. പുരുഷാർത്ഥ ലബ്ധിയാണ് ഭാരതീയർ ജീവിത ലക്ഷ്യമായി കരുതിയിരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. എന്നാൽ ചാക്യാർ പുതിയ കാലത്തിന്റെ പുരുഷാർത്ഥങ്ങളാണ് അവതരിപ്പിക്കുന്നത്.
വിനോദം, വഞ്ചനം, അശനം, രാജസേവ എന്നിവയാണ് പുതുയുഗ പുരുഷാർത്ഥങ്ങൾ. സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് അന്നത്തെ കേരളീയ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ധാർമ്മികമായ അപജയം തന്നെയാണ് പുരുഷാർത്ഥങ്ങളുടെ ഈ മാറ്റത്തിലൂടെ ചാക്യാർ തുറന്നു കാണിക്കുന്നത്. ഭരതമുനി നാട്യശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കൂത്തമ്പലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നാട്യമണ്ഡപം, അണിയറ, സദസ്യർക്കിരിക്കാനുള്ള ഇടം എന്നിവ അടങ്ങുന്നതാണ് ഓരോ കൂത്തമ്പലവും. കൂത്തമ്പലത്തിൽ രാത്രിയും പകലും നാടകാഭിനയം നടത്താറുണ്ട്. അരങ്ങിൻ്റെ മുൻഭാഗം കുലവാഴ, കുരുത്തോല, നിറപറ തുടങ്ങിയവയാൽ അലങ്കരിച്ചിട്ടുണ്ടാവും. അരങ്ങിൻ്റെ മുന്നിൽ തന്നെ കളിവിളക്കുണ്ടാകും. ആ വിളക്കിൽ നടനു നേരെ 2ഉം പ്രേക്ഷകനു നേരെ 1ഉം തിരി ആളിക്കത്തുന്നുണ്ടാവും. നടൻ ആവശ്യം പോലെ ഉപയോഗിക്കാൻ 1ഓ 2ഓ പീഠമൊഴിച്ചാൽ മറ്റ് രംഗസജ്ജീകരണം ഒന്നും ഇല്ല. അരങ്ങിൻ്റെ പിന്നിലാണ് വാദ്യത്തിൻ്റെ സ്ഥാനം. 2 മിഴാവുകളാണ് കൂടിയാട്ടത്തിലെ മുഖ്യവാദ്യം. നമ്പ്യാന്മാരാണ് മിഴാവ് കൊട്ടുക. ഇവർക്ക് സംസ്കൃതത്തിൽ പാണിവാദന്മാർ എന്നും പറയും. അരങ്ങിൻ്റെ വലത്തേ അറ്റത്താണ് കുഴിതാളം പിടിക്കുകയും പാടുകയും ചെയ്യുന്ന നങ്ങ്യാരുടെ സ്ഥാനം. നിലത്ത് മുണ്ടുമടക്കി വിരിച്ചതിലാണ് നങ്ങ്യാർ ഇരിക്കുക. കൂത്തമ്പലത്തിനു പുറത്ത് തുറന്ന സ്ഥലത്ത് അവതരിപ്പിച്ചിരുന്ന ചില പ്രത്യേക കൂടിയാട്ട ഭാഗങ്ങളും ഉണ്ടായിരുന്നു. പറക്കും കൂത്ത്, ഒഴുകും കൂത്ത് എന്നീ പേരുകളിൽ അവ അറിയപ്പെട്ടു. ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് കൂത്തും കൂടിയാട്ടവും അവതരിപ്പിച്ചു വന്നത്. പഴയ കേരളത്തിലെ 18 നാടുകളിലായി 18 ചാക്യാർ കുടുംബങ്ങളാണത്രേ ഉണ്ടായിരുന്നത്. അമ്മന്നൂർ, പൈങ്കുളം, മൂഴിക്കളം, പൊതിയിൽ, മാണി, കിടങ്ങൂർ എന്നീ ചാക്യാർ കുടുംബങ്ങൾ കൂത്തും കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് പ്രശസ്തങ്ങളാണ്. പുരുഷന്മാരാണ് കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കുന്നത്. ഇല്ലോടമ്മ എന്നറിയപ്പെടുന്ന ചാക്യാർ സ്ത്രീക്ക് ഇതിൽ പങ്കില്ല. കൂടിയാട്ടത്തിൽ പുരുഷവേഷങ്ങൾക്ക് പുറമെ മൃദു സ്വഭാവികളല്ലാത്ത ശൂർഭണ്ഡക പോലുള്ള സ്ത്രീവേഷങ്ങളും ചാക്യാന്മാർ അവതരിപ്പിച്ചു. കൂടിയാട്ട അവതരണങ്ങളിൽ ചാക്യാരോടൊപ്പം സഹകരിച്ചത് നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരാണ്. മിഴാവ് കൊട്ടൽ, ചുട്ടികുത്തൽ, വേഷം കെട്ടിക്കൽ, മംഗളശ്ലോകം ചൊല്ലൽ, സദസ്യർക്ക് കഥാപരിചയം വരുത്താൻ തമിഴ് എന്നു പേരുള്ള ഗദ്യപ്രബന്ധം അവതരിപ്പിക്കൽ എന്നിവ കൂടിയാട്ടത്തിൽ നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരുടെ ചുമതലകളാണ്. കൂത്തിന് മിഴാവ് കൊട്ടിയിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കഥ പ്രസിദ്ധമാണല്ലോ. സ്ത്രീകൾ തന്നെ സ്ത്രീവേഷം കെട്ടുന്ന പതിവ് കൂടിയാട്ടത്തിൽ പണ്ടേയുണ്ട്. നങ്ങ്യാർ എന്നറിയപ്പെടുന്ന നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് നായികാവേഷങ്ങൾ കെട്ടിയാടിയിരുന്നത്. അഭിനയത്തിനു പുറമെ പാട്ടും കുഴിതാളം പിടിക്കലും നങ്ങ്യാരുടെ ചുമതലയാണ്. ചാക്യാർകൂത്ത് എന്ന പോലെ തന്നെ കൂടിയാട്ടത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ദൃശ്യകലയാണ് നങ്ങ്യാർകൂത്ത്. സുഭദ്ര ധനഞ്ജയം നാടകവുമായാണ് ഇതിനു ബന്ധം. സുഭദ്ര ധനഞ്ജയത്തിൽ സുഭദ്രയുടെ പരിചാരിക ശ്രീകൃഷ്ണചരിതം ആംഗിക സാത്വികാഭിനയങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഭാഗം അടർത്തിയെടുത്ത് പ്രത്യേകം അവതരിപ്പിക്കുന്നതാണ് നങ്ങ്യാർകൂത്ത്. കേരളീയ അഭിനയ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനത്തിന് തെളിവാണ് നങ്ങ്യാർകൂത്ത്. ഉഷാ നങ്ങ്യാർ, മാർഗി സതി, കലാമണ്ഡലം ശൈലജ തുടങ്ങിയ അഭിനയ പ്രതിഭകൾ ഇവിടെ സ്മരണീയമാണ്. പ്രസിദ്ധമായ സംസ്കൃത നാടകങ്ങളാണ് കൂടിയാടി വന്നത്. ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി, കുലശേഖരവർമ്മയുടെ സുഭദ്രാ ധനഞ്ജയം, തപതീ സംവരണം, ശ്രീഹർഷൻ രചിച്ച നാഗാനന്ദം, ഭാസവിരചിതമായ സ്വപ്നവാസവദത്തം, പ്രതിജ്ഞാ യോഗന്ധരായണം, അഭിഷേക നാടകം, പ്രതിമാ നാടകം, ബാലചരിതം നാടകം എന്നിവ അവയിൽ പ്രമുഖങ്ങളാണ്. നാടകമെന്നത് സംസ്കൃതത്തിലെ 10 തരം രൂപകങ്ങളിൽ ഒന്നു മാത്രമാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിച്ചു വന്ന ഒരു പ്രധാന നാടകമാണ് ആശ്ചര്യ ചൂടാമണി. AD 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കേരളീയനായ സംസ്കൃത നാടകകൃത്ത് ശക്തിഭദ്രൻ രചിച്ചതാണിത്. ശക്തിഭദ്രന് ശേഷം വന്ന പ്രധാന നാടകകൃത്താണ് കുലശേഖരവർമ്മ. കേരളം വാണ കുലശേഖര ചക്രവർത്തിമാരിൽ ആദ്യത്തെയാളായിരുന്നു ഇദ്ദേഹം. 9-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമെന്ന് കരുതപ്പെടുന്നു. പ്രമുഖ വൈഷ്ണവ കവിയായ കുലശേഖര ആഴ്വാരും ഇദ്ദേഹവും ഒരാളാണെന്നും ഇളംകുളം അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ചരിത്രകാരന്മാർ ഏകാഭിപ്രായക്കാരല്ല. കുലശേഖരവർമ്മ മഹാഭാരതത്തെ ഉപജീവിച്ചെഴുതിയ 2 സംസ്കൃത നാടകങ്ങളാണ് സുഭദ്രാ ധനഞ്ജയവും തപതീ സംവരണവും. അർജുനന്റെയും സുഭദ്രയുടെയും പ്രണയകഥയാണ് സുഭദ്രാ ധനഞ്ജയത്തിൽ. ബോധായനൻ രചിച്ച ഭഗവതജുഗീയം, മഹേന്ദ്ര വിക്രമ പല്ലവൻ രചിച്ച മത്തവിലാസം എന്നീ പ്രഹസനങ്ങൾ മുമ്പ് ധാരാളമായി കൂടിയാടിയിരുന്നു.
ബുദ്ധമതവും വൈദിക മതവും തമ്മിൽ നിലനിന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടവയായിരുന്നു ഈ രണ്ട് നാടകങ്ങളും. വിദൂഷകക്കൂത്തിൽ വിദൂഷകൻ ചൊല്ലുന്ന രസകരമായ ഒട്ടേറെ ശ്ലോകങ്ങളുടെ കർത്താവായി കരുതപ്പെടുന്ന കവിയാണ് തോലൻ. മലയാള ഹാസ പാരമ്പര്യത്തിലെ അറിയപ്പെടുന്ന ആദ്യ കണ്ണി. സുഭദ്ര ധനഞ്ജയം രചിച്ച കുലശേഖരവർമ്മയുടെ സദസ്യനായിരുന്നു എന്നും കൂടിയാട്ടം ചിട്ടപ്പെടുത്തിയതിൽ തോലന് വലിയ പങ്കുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. തോലനെക്കുറിച്ചുള്ള രസകരമായ കഥകളും അദ്ദേഹം രചിച്ച വിനോദ ശ്ലോകങ്ങളും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെ ചിത്രസ്ഥലമോ ശില്പസ്ഥലമോ ആക്കുന്നതിന്റെ സമ്പന്നമായൊരു പാരമ്പര്യം കേരളത്തിനുണ്ട്. ഈ പാരമ്പര്യത്തെ വിളിച്ചോതുന്നു കൂടിയാട്ടത്തിന്റെ വേഷപ്പൊലിമ. പ്രകൃതിയോടിഴുകിയ ഒരു ചമയ സംസ്കാരം നമുക്കുണ്ട്. ഈ ചമയ സംസ്കാരത്തിന്റെ ആഘോഷം കൂടിയാട്ടം, കഥകളി തുടങ്ങിയ ക്ലാസിക്കൽ കലകളിൽ മാത്രമല്ല, അനുഷ്ഠാന കലകളിലും നാടോടിയായ മറ്റു ദൃശ്യകലകളിലുമെല്ലാം കാണാം. പ്രകൃതിയിൽ നിന്നു കിട്ടുന്ന ചായങ്ങൾ കൊണ്ടായിരുന്നു ചമയം. പ്രകൃതിദത്തമായ വർണ്ണപ്പൊടികൾ കൊണ്ടുള്ള കളമെഴുത്തിന്റെ പാരമ്പര്യവും ഇതോടൊപ്പം വയ്ക്കണം. കേരളീയ പ്രകൃതിയുടെ വർണ്ണപ്പൊലിമ തന്നെയാണ് നമ്മുടെ ദൃശ്യകലകളുടെ വർണ്ണപ്പൊലിമയായി പൂക്കുന്നത്. തെയ്യം, തിറ തുടങ്ങിയ അനേകം അനുഷ്ഠാന കലകളിലെ വർണ്ണവിന്യാസ രീതിയുടെ സ്വാധീനം കൂടിയാട്ടത്തിന്റെ വേഷപ്പൊലിമയിൽ കാണാം. കടും നിറങ്ങളും അരിപ്പൊടി, മഞ്ഞൾ, ചുണ്ണാമ്പ് തുടങ്ങിയവയും ഉപയോഗിച്ചാണ് നടന്റെ മുഖത്തും ശരീരത്തിലും ചിത്രപ്പണി. നിലവിളക്ക് കത്തിച്ച് അതിനു മുകളിൽ ഓട്ടുപാത്രം വെച്ച് പിടിക്കുന്ന കരിമഷിയാണ് മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്നത്. നാടോടി അനുഷ്ഠാന കലകളുടെ ചമയ സംസ്കാരത്തിന്റെ സ്വാധീനം തന്നെയാണ് കൂടിയാട്ട വേഷങ്ങളിലും കാണുന്നത്. മുഖത്ത് തേപ്പ്, ചുട്ടി, കണ്ണെഴുത്ത്, കുറി, കുപ്പായം, കടകകുണ്ഠലാദികളായ ആഭരണങ്ങൾ, തലയിൽ കിരീടവും കേശഭാരവും എന്നിവ കൂടിയാട്ടത്തിലെ നായക വേഷങ്ങൾക്കുണ്ട്. ഈ വേഷരീതികൾ ചില പരിഷ്കാരങ്ങളോടെ കൃഷ്ണനാട്ടത്തിലും പിന്നീട് കഥകളിയിലും നിലനിന്നു. പച്ച, കത്തി, കരി തുടങ്ങിയ വേഷവൈചിത്ര്യങ്ങളും കൂടിയാട്ടത്തിന്റെ സംഭാവനയാണ്. വിദൂഷക വേഷം കൂടിയാട്ടത്തിൽ സുപ്രധാനമാണ്. മുഖത്തും മാറിലും കൈകളിലും അരിമാവ് പൂശിയാണ് വിദൂഷകന്റെ വരവ്. നെറ്റി, മൂക്ക്, കവിൾ, താടി, മാറ്, കൈകൾ എന്നിവിടങ്ങളിൽ ചെമന്ന പൊട്ടുകൾ തൊട്ടിരിക്കും. കൺപോളമേലടക്കം കണ്ണിൽ മഷി എഴുതി വാലിടും. മേൽക്കൊമ്പും കീഴ്ക്കൊമ്പുമായി മീശ വെച്ചിരിക്കും. തലയിൽ കുടുമ കെട്ടും. വാസികം, പീലിപ്പട്ടം, ചെവിപ്പൂവ് എന്നിവ അണിഞ്ഞിരിക്കും. കടിസൂത്രവും ഉത്തരീയവും ധരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയാണ് കൂടിയാട്ടത്തിലെ വിദൂഷകന്റെ വേഷവിധാനം. കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും വേഷവിധാനങ്ങൾക്ക് സാദൃശ്യമുണ്ട്. രണ്ടിലും മനയോലക്കുഴമ്പ് കൊണ്ടാണ് മുഖത്തേക്ക്. അരിമാവ് കൊണ്ടുള്ള ചുട്ടിയും ഒരുപോലെ. എന്നാൽ കൂടിയാട്ടത്തിലെ ആടയാഭരണങ്ങൾക്ക് കഥകളിയെ അപേക്ഷിച്ച് ശോഭ കുറയും. കഥകളി കിരീടങ്ങളെക്കാൾ ചെറുതാണ് കൂടിയാട്ടത്തിലെ കിരീടം. ഇതിന് മുടി എന്നു പേര്. അരയിലെ ഉടുത്തുകെട്ടിലുമുണ്ട് വ്യത്യാസം. ഓരോ വേഷത്തെയും തിരിച്ചറിയാൻ പ്രത്യേകം അടയാളം കൂടിയാട്ടത്തിലുണ്ട്. കഥകളിയിൽ പച്ച, കത്തി, താടി എന്നിങ്ങനെ പൊതുവിഭജനങ്ങളെയുള്ളൂ. കൂടിയാട്ടത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടാണ് കഥകളി വേഷങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മിഴാവാണ് കൂടിയാട്ടത്തിലെ മുഖ്യവാദ്യം. വലിയൊരു കുടത്തിന്റെ ആകൃതിയാണിതിന്. ചെമ്പ് കൊണ്ടാണ് നിർമ്മാണം. പണ്ട് മൺമിഴാവുകളും ഉണ്ടായിരുന്നുവത്രേ. അരങ്ങിന്റെ പിന്നിൽ ഇടത്തും വലത്തുമായി അഴിക്കൂടുകളിൽ 2 മിഴാവുകളാണ് ഉണ്ടാവുക. കുഴിതാളം, ഇടക്ക, കുഴൽ ശംഖ് എന്നീ വാദ്യങ്ങളും കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നു. കൂത്തും കൂടിയാട്ടവും അടുത്ത കാലം വരെ ക്ഷേത്രങ്ങളിൽ മാത്രമേ അവതരിപ്പിച്ചിരുന്നുള്ളൂ. അവ അവതരിപ്പിക്കാനായി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം കൂത്തമ്പലങ്ങളുണ്ട്. പഴയ സാമൂഹിക വ്യവസ്ഥ മാറിയതോടെ കൂടിയാട്ടം പോലുള്ള കലകളുടെ സ്ഥാനം പുനർനിർണയിക്കാനും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പുതിയ വീക്ഷണകോണിലൂടെ ചിന്തിക്കാനും നമുക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ആ സാമൂഹ്യ വ്യവസ്ഥ ഇല്ലാതായിട്ടും ആ പ്രാചീന കലകൾ ഇന്നും നിലനിൽക്കുന്നത്. കലകളോടുള്ള സമൂഹത്തിന്റെ മാറിയ മനോഭാവത്തിന് പ്രായോഗിക രൂപം നൽകി അവയെ നിലനിർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതിൽ കേരള കലാമണ്ഡലത്തിന്റെ പങ്ക് വളരെ വലുതാണ്. നാട്യശില്പശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തി കേരളീയ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലം അത്യാകർഷകമാണ്. ഇന്ന് ക്ഷേത്രത്തിന് പുറത്ത് പൊതുസദസ്സുകളിൽ കൂത്തും കൂടിയാട്ടവും ഉൾപ്പെടുന്ന ക്ഷേത്രകലകൾ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കലാമണ്ഡലം, തിരുവനന്തപുരത്തെ മാർഗി തുടങ്ങിയ കലാപഠന കേന്ദ്രങ്ങളിൽ കൂടിയാട്ട പഠനം ഏർപ്പെടുത്തിയതോടെ
ഈ രംഗത്ത് ജാതിമത ഭേദമന്യേ തൽപരരായ വിദ്യാർത്ഥികൾ പ്രതിഭ തെളിയിച്ചു തുടങ്ങി. കൂടിയാട്ടത്തെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ആദ്യമായി ആനയിച്ചത് പൈങ്കുളം രാമച്ചാക്യാരാണ്. 1949 കൊട്ടാരക്കരയ്ക്കടുത്ത് ചെറുപൊയ്ക തെക്കേക്കര മനയിലായിരുന്നു ആദ്യ അവതരണം. 1956 ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പൈങ്കുളം രാമച്ചാക്യാർ സുഭദ്ര ധനഞ്ജയം കൂടിയാട്ടം അവതരിപ്പിച്ചു. രാമച്ചാക്യാരുടെ നേതൃത്വത്തിൽ കേരള കലാമണ്ഡലത്തിൽ ഗുരുകുല മാതൃകയിൽ തന്നെ 1965 കൂടിയാട്ട പഠനം തുടങ്ങി. 1980 കൂടിയാട്ടം ആദ്യമായി വിദേശത്ത് അവതരിപ്പിച്ചു. ഇന്ന് കഥകളി പോലെ കൂടിയാട്ടവും ലോകമെങ്ങും അവതരിപ്പിച്ചു വരുന്നു.